ഇല്ല ഗൈസ്, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവാണ് കേട്ടാ. ബായ്, വോട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ ഇറങ്ങണത്. അപ്പോൾ അമ്മയൊക്കെ ഇതൊക്കെ കയറുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്നോ? ഓക്കെ, ഞാൻ പുറത്തിരുന്നോളാം. ഓക്കെ, കുഴപ്പമില്ല. അയ്യോ, തികച്ചില്ല. ചിലപ്പോൾ കിച്ചാപ്പി എങ്ങാനും പോന്നാലോ. ഓക്കെ, എല്ലാവരും കയറി, നമുക്ക് കയറാം ഗൈസ്. ഒരു വോട്ടുകാരനൊക്കെ എൻ്റെ പോയി ID കാർഡ് തിരിച്ചു കിട്ടി. എൻ്റെ അമ്മയാണെങ്കിൽ ഇത് ഇരിക്കണേ. എൻ്റെ ID കാർഡ് എടുത്തിട്ട് പേഴ്സിൽ വെച്ച് ഇരിക്കുകയായിരുന്നല്ലേ ഞങ്ങള്. എന്തായിട്ടാ അത് നോക്കട്ടെ. അപ്പം ഞങ്ങളിതാ വോട്ട് ചെയ്യാൻ വന്നിട്ട് ഞാൻ ചെയ്തിറങ്ങി, എഴുത്തമ്മയും ചെയ്തിറങ്ങി, താട്ടനും ചെയ്തിറങ്ങി. എഴുത്തമ്മ അമ്മയുടെ കൂടെ അതിനകത്ത് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട്. പിന്നെ കുറേ പേര് നമ്മൾ ഷോർട്സ് ഇട്ടപ്പോൾ ഫോണകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞങ്ങൾ ഫോണകത്ത് കൊണ്ടുപോയിട്ടില്ല. വോട്ട് ചെയ്യുന്ന റൂമിന് പുറത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ സൂം ചെയ്തേക്കാണ് കണ്ടോ. ഇപ്പോൾ സൂം ഔട്ടാക്കിയത് കണ്ടോ. അപ്പോൾ ഞാൻ പുറത്താണ് നിൽക്കുന്നത്. ഞങ്ങൾ വോട്ട് ചെയ്യാൻ അകത്തോട്ട് കയറിയ സമയത്ത് നമ്മുടെ അടുത്തെല്ലാം ഫോൺ പുറത്ത് വെക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്നിടത്ത് ഫോൺ എല്ലാവരുടെയും പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നമ്മളെല്ലാം കൂടെ ചാടിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചപ്പവും കേക്കും എന്തായിരുന്നു, അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എടുത്തുമ്പോൾ ചായ കുടിക്കാത്തതുകൊണ്ട് എടുത്തുമ്പോൾ ഞങ്ങളെ നോക്കിയിരിക്കുകയാണ് ഗൈസ്. ഇന്നലത്തെ വീഡിയോ മുഴുവൻ നമ്മുടെ കാലിന് എന്ത് പറ്റി എന്നുള്ള ചോദ്യമാണ്. എന്താ പറ്റിയത്? എൻ്റെ അമ്മ ജനിച്ചിട്ട് ഇത്രയും പ്രായത്തിൽ 55 വയസ്സായി. അമ്മയ്ക്ക് ഈ വയസ്സിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ലേ. എൻ്റെ അമ്മ ജനിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ബാക്കി പലതും ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഞങ്ങൾ തീ പൊള്ളി വരെ കടന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. 50 സൗണ്ട് ഉണ്ടാക്കല്ലേ. ഫസ്റ്റ് ടൈമാണ് അമ്മയ്ക്ക് ഇങ്ങനൊരു പണി പാടുന്നത്. അപ്പോൾ ഇത് സംഭവം അമ്മ അവിടെ വർഗ്ഗം ഒതുക്കി വെക്കണതിൻ്റെ ഇടയ്ക്ക് അമ്മ അവിടുന്ന് കാല് തിരിഞ്ഞ് സ്ലിപ്പായി താഴെ വീണു. പ്ലാസ്റ്റർ ഇട്ടേക്കുമായിരുന്നു കാലിൽ. പക്ഷെ അത് ഒരാഴ്ച ഇട്ടിട്ട് അത് എടുക്കാന്ന് പറഞ്ഞു. കോൺക്രീറ്റ് ഒട്ടിക്കാൻ വീണു. നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ ഇപ്പോഴും മനസ്സിലല്ലാതെ എന്തുണ്ടായിരുന്നു? മതിലിന് വീണോ? ഇവൻ എല്ലാവരോടും നടന്ന് പറഞ്ഞതെന്നറിയോ? അമ്മമ്മയുടെ മേത്തിക്ക് മതിൽ വീണു എന്നാ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഒരാഴ്ച ഇട്ടിട്ട് ഊരാന്താ വിചാരിച്ച. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയപ്പോ പ്ലാസ്റ്റർ മാറ്റിയിട്ട് ഇതാ ഈ ഒരു സാധനം പ്ലാസ്റ്റർ ഊരിയിട്ട് ഇതിട്ട് നമ്മൾ അരിമാവിൻ്റെ ഇത് ഇടുമല്ലോ. അപ്പോൾ അത് ഊരി, എന്നിട്ട് അത് ഊരിയിട്ട് അവർ ഇതിട്ട് കണ്ടോ. ഇതിട്ടു. ഇത് എന്ത് ലൂസായിരുന്നു. പക്ഷെ ഇപ്പോൾ ടൈറ്റ് ആയിട്ട് നീര് വന്നിട്ടാണോ എന്ന് അറിയത്തില്ല. ടൈറ്റ് ആയിട്ടുണ്ട്. ഇട്ടേക്കാണ്. അത് മാത്രമല്ല ഗൈസ്, ഇത് ഇവിടെ 2 പേരിലും കൂടെ പണി കൊടുത്തിട്ടുണ്ട് അമ്മ. 2 പേരും കൂടെ കൂട്ടിയിട്ട് കെട്ടി വെച്ചേക്കാണ് അത് കാരണം. അപ്പോൾ അതാണ് അമ്മയുടെ കാലിൽ. ഇന്നലെ എല്ലാവരും ചോദിക്കണ്ടായിരുന്നു അമ്മയുടെ കാലിൽ എന്ത് പറ്റി നമ്മുടെ എല്ലാവരും ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് വത്സുവിൻ്റെ കാലിന് പറ്റിയത്. എനിക്ക് ഈ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റയിൽ വന്നിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ കാലിന് എന്ത് പറ്റിയത്. പറ്റുന്നവർക്കൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാവട്ടൻ്റെ അമ്പടൂനോട് ഞാൻ സൗണ്ട് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്പടു അവിടെ വെയിറ്റ് ചെയ്യണം. എന്നെ ഗുഡാണല്ലേ അമ്പടു? യെസ്. അമ്മ അമ്പടൂനൊക്കെ നല്ല ഫാൻസ് ഉണ്ടമ്മ. അവൻ്റെ ഹലോ ഗൈസിനൊക്കെ ഭയങ്കര ഫാൻസ് അല്ലേ അമ്പടു? അല്ലേ? ഹായ്, കലിപ്പം പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അമ്മയുടെ കാലിലെ നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ. അമ്മയുടെ കാലിലും കയ്യിലൊക്കെ നഖം വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കുക. ഞാൻ എപ്പോൾ വീട്ടിലേക്ക് നിൽക്കാൻ വന്നാലും അപ്പോഴൊക്കെ അമ്മയ്ക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇല്ലാത്ത സമയത്ത് എടുത്തും ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. കാര്യം എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഇങ്ങനെ നഖമൊക്കെ വെട്ടി ഷേപ്പ് ചെയ്ത് അല്ല വൃത്തിയാക്കിയൊക്കെ കൊടുക്കൂല. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ ടൂൾസ് ഉണ്ടല്ലോ അത് ഞാൻ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ അമ്മയ്ക്ക്. എനിക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ കാലൊക്കെ പിടിച്ച് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് സൈഡിലെല്ലാം കട്ട് ചെയ്യാനുള്ള ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് കടയിൽ നിന്നൊക്കെ ചെയ്ത് തരൂലേ അതുപോലെ. അത്രയും ഇല്ലെങ്കിലും എനിക്ക് അതുപോലെയൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനെ സൈഡൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതുപോലെ അമ്മനോടൊന്ന് രാവിലെയും വെട്ടിത്തരാൻ പറഞ്ഞാണ്. അപ്പോൾ അതൊക്കെ വെട്ടിക്കൊടുത്തു. അതിനുശേഷം ഞാൻ പുലിമുരുകൻ സിനിമ ഇരുന്ന് ഇങ്ങനെ കണ്ടപ്പോൾ പിള്ളേരും കൂടെ വന്നിരുന്നിട്ടോ അവർ ലാലേട്ടനെ കണ്ടപ്പോൾ തന്നെ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ വലിയവർക്കല്ല ചെറിയവർക്ക് ലാലേട്ടനൊരു വികാരം തന്നെയാണ്. അപ്പോൾ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർ പുറത്തേക്ക് കളിക്കാൻ പോയി. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ അങ്ങനെ ഇരിക്കുമായിരുന്നു, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പം അമ്മ സീരിയലൊക്കെ കാണുന്നുണ്ട്. ഞാൻ വോട്ട് ചെയ്തതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചായിരുന്നു കുഞ്ചൂസിന് ഇപ്പോഴും ഇവിടെ തന്നെയാണോ വോട്ടെന്ന്. ശരി, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. പക്ഷേ ഇതുവരെ എൻ്റെ വോട്ടും കാര്യങ്ങളൊന്നും അങ്ങോട്ട് മാറ്റിയിട്ടില്ല. അത് മാത്രമല്ല എൻ്റെ ആധാർ കാർഡ് ആയിക്കോട്ടെ ID കാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റേഷൻ കാർഡ് എല്ലാത്തിലെയും എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയാണ്. റേഷൻ കാർഡൊന്നും ഇപ്പോഴും വെട്ടി അങ്ങോട്ട് മാറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാനും വിഷ്ണുനും കുറച്ചധികം മടി പിടിച്ച അല്ലെങ്കിൽ മടിയുള്ള ആൾക്കാരാണ്.
എന്തോ എനിക്കറിയില്ല ഇനിയിപ്പോൾ അത് ചെയ്യാന്ന് വെച്ചിരിക്കുമല്ലോ നമ്മൾ. എന്നിട്ട് അതിന് പെട്ടെന്നൊരു അത്യാവശ്യം വരുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്തായിരിക്കും മിക്കവാറും ഞാനും ഷണ്ണ അതിന് വേണ്ടിയിട്ട് ഓടണം കേട്ടോ. ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും അടുത്ത വർഷം ആകുമ്പോഴത്തേനും എല്ലാം അങ്ങോട്ട് തന്നെ മാറ്റേണ്ടി വരും. ഇനിയിപ്പോൾ അമ്പുടിന് ഈ ജൂൺ തൊട്ടിട്ട് നമ്മൾ സ്കൂളിലൊക്കെ വിടുകയല്ലേ, അപ്പോൾ ഇനി എന്തായാലും അതൊക്കെ മാറ്റണം, അഡ്രസ്സും അങ്ങോട്ട് ചേഞ്ച് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ അതാണ് കാര്യം. അതാണ് ഞാൻ ഇവിടുന്ന് വോട്ട് ചെയ്യാൻ കാര്യം. കണ്ട അമ്മ ഇവിടെ സീരിയൽ കാണാണ് ഗൈസ്. അമ്മ സീരിയൽ കാണുന്നതന്നെ ഇത് തന്നെ പണി ഞങ്ങൾക്ക്. കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ എണീറ്റ് അങ്ങനെ നടക്കാനും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. ഇന്നത്തെ അല്ലേ ഞങ്ങൾ രാവിലത്തെ വൈകുന്നേരം വരെ സീരിയലിൻ്റെ കാര്യമാണ് പരിപാടി ഗൈസ്. കിടൂ എടുത്തുമ്മ ഞാൻ എന്ത് തിന്നും എന്നുള്ളത് ആ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇഞ്ഞെന്താണ് തൊട്ട് മുന്നേ എന്താ ഓർഡർ ചെയ്തത്? ഉറക്കം പറിക്കാൻ കേട്ടില്ല. ആർക്ക് എത്ര പീസ് ഓർഡർ ചെയ്തു? ഇത് ഞങ്ങൾ രണ്ടാളും വണ്ണം വെച്ച് ചീർത്തിരിക്കുകയാണ്. രണ്ടുപേർക്കും വണ്ണം കുറയ്ക്കേണ്ട ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ ജിമ്മിന് പോകാൻ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നിട്ട്, ഞാൻ അവിടെ പോയായിരുന്നു, ഇവിടെ വന്നതിന് ശേഷം പോയിട്ടില്ല. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് എന്തായാലും പോകണല്ലേ. എന്ത് ഐസ്ക്രീം കൂടെ ഓർഡർ ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പം അങ്ങനെയാണ് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വണ്ണം കുറയ്ക്കാനുള്ള പ്ലാൻ ഉണ്ട്. PCOS ഒരാൾക്ക്, എനിക്ക് PCOS ആണെന്നുണ്ടെങ്കിൽ എടുത്തമ്മയ്ക്ക് തൈറോയിഡാണ് ഗൈസ്. അതുകൊണ്ടാണ് വണ്ണം വെച്ചേക്കുന്നത്, അല്ലാണ്ട് തിന്നിട്ടല്ല ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കിച്ചാപ്പി ഇവിടെ ഉണ്ട്. കിച്ചാപ്പി ബാ ചോദിക്കട്ടെ, നിന്റെ വിശേഷം ചോദിക്കട്ടെ. ഇവിടെ വാ, കൈതാ കണ്ടോ വരട്ടണുണ്ടോ? എപ്പോഴും ഞാൻ പരിചയമുണ്ട്. ഡാ വാ കൈതാ. കയ്യും തരില്ല ഗൈസ്. ഈ പട്ടി ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യിപ്പിച്ചില്ല. അമ്പടു വിളിച്ചേ, വിളി. വാതിൽ തുറന്നിടാന്നോ? വേണ്ട ഞാൻ പറഞ്ഞു അത് തിന്നിട്ടായി വണ്ണം വെക്കണ്. ഇല്ല നമ്മൾ തിന്ന് വണ്ണം വെക്കുന്നില്ല, തൈറോയിഡാണ്. അതെ, പക്ഷെ ഇന്ന് ഞങ്ങളൊക്കെ അതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അല്ല നാളെ തൊട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് ജിമ്മിൽ പോകും. അല്ല എടുത്തമ്മ? യെസ്. അപ്പോൾ നമുക്കൊന്ന് ബഫോര് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് നിങ്ങൾ ചോദിച്ച ആ ഒരു ഹോം ടൂർ ഉണ്ടല്ലോ, അത് മിക്കവാറും ഞാൻ നാളെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ ഹോം ടൂറായിട്ട് കാണാം. ഓക്കെ.